അഖിൽമാരാർ വിന്നറായത് അഖിൽമാരാരുടെ ഭാര്യയോ അമ്മയോ മക്കളെ കൂട്ടി കൊടുത്തിട്ടാണെന്ന് ഞാൻ പറയുമ്പോഴേ അഖിൽ എങ്ങനെയാണ് വിന്നറായത്? അതാണ് എനിക്ക് ചോദിക്കുക. അഖിലിന് എങ്ങനെയാണ് ചാൻസ് കിട്ടിയത്? അപ്പൊ അഖിൽ കൂടെ കൊടുത്തിട്ടുണ്ടാവില്ല. അപ്പൊ ആരെയാണ് ഇത് കൊണ്ടുകൊടുത്തത്? വേറെ ഞാൻ പറയട്ടെ, അഖിൽ അമ്മയുണ്ട്, അഖിലിന്റെ അമ്മ പാവസ്ത്രീയാണ്, അഖിലിന് ഭാര്യയുണ്ട്, ഭാര്യയുടെ അമ്മയുണ്ട്, 2 മക്കളുണ്ട്. ഈ അഖിലിന് ധൈര്യം ഉണ്ടെങ്കിൽ പോയ ആൾക്കാർ ആരാണ് അഖിൽ പറയണ്ടേ? അല്ലാണ്ട് ഏതോ 2 പെണ്ണുങ്ങൾ പോയി എനിക്ക് നല്ല ധൈര്യമുണ്ട് എന്ത് വന്നാലും ഞാൻ നേരിടുന്നു പറഞ്ഞ അഖിൽ പറഞ്ഞ കാര്യമില്ല. 2 പിഞ്ചു കുഞ്ഞുങ്ങളെ കയറ്റി പറയണമെന്നുണ്ടെങ്കിൽ എത്ര നല്ല മാന്യനായിരിക്കണം ഈ ഒരു വ്യക്തി ഒന്ന് ആലോചിച്ച് നോക്കി. എന്ന് അറിഞ്ഞിട്ട് എന്തുകൊണ്ട് നിങ്ങളുടെ വൈഫിനെ അതിലേക്ക് പ്രോഗ്രാമിലേക്ക് വിട്ടു? ഫെയിമിന് വേണ്ടിയല്ലേ? എന്നിട്ട് ഇതുപോലെ വന്ന് പറയുന്നത് വളരെ മോശമല്ലേ? പിന്നെ ദയവ് ചെയ്ത് ഇത് ഞാൻ പറയണത് പിള്ളേർ കാണാതിരിക്കുക. ഇനിയിപ്പോൾ കണ്ടാലും നിങ്ങളുടെ ഇഷ്ടം. അത്രയ്ക്കും ആണ് ശരിക്കും എന്താ ഇവിടെ നടക്കുന്നത്? ഇത് കാണുന്ന ആൾക്കാരൊക്കെ എന്താണ് വിചാരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരാളെ പറയുന്നു, തള്ളയെ പറയുന്നു, തന്തയെ പറയുന്നു, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വിളിയോട് വിളി. ഇതിപ്പോൾ എന്താ വിഷയം എന്ന് വെച്ചാൽ നമ്മുടെ ബിഗ് ബോസിൽ ഒരു സീരിയൽ നടിയൊക്കെ ഉണ്ട്, ഒരു അപ്സര എന്ന് പറയുന്നത്. അതിൻ്റെ ഹസ്ബൻഡാണിത്. ഹസ്ബൻഡ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് കൂടുതലായിട്ട് പറയാനാണെങ്കിൽ പറയണ്ട. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും എത്ര മനോഹരമായ മനുഷ്യനാണെന്നും എത്ര സൽസ്വഭാവിയാണെന്നുള്ളതും ഇതിനു മുന്നേ ഇതറിയാവുന്നവർക്കറിയാം. പിന്നെ അദ്ദേഹം പറഞ്ഞ ചില വാക്കുകളൊക്കെ ഓക്കെ, നമുക്ക് നമ്മൾ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ് ഈ ഒരു വ്യക്തിയോട്. പക്ഷേ ഇതിലോ ഒരു വീട്ടിലിരിക്കുന്ന തള്ളേനെയും ഒരു പിഞ്ചു ഇതിപ്പോൾ ഈ അഖിൽമാരാരും ഇങ്ങനെ നമ്മൾ എന്താണ് വ്യത്യാസം? വീട്ടിലിരിക്കുന്ന പോട്ടെ വൈഫിനെ പറഞ്ഞു നോക്കി 2 പിഞ്ചു കുഞ്ഞുങ്ങളെ കയറ്റി പറയണമെന്നുണ്ടെങ്കിൽ എത്ര നല്ല മാന്യനായിരിക്കണം ഈ ഒരു വ്യക്തി ഒന്ന് ആലോചിച്ച് നോക്കി. ചോദ്യങ്ങൾ എല്ലാവരും സോഷ്യൽ മീഡിയ പരസ്പരം ചോദിക്കും, പക്ഷേ അതൊരു അതിര് വിട്ടൊരു ചോദ്യം. അദ്ദേഹം പറഞ്ഞതിന് ശേഷം ചേട്ടൻ കണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല. ആ ഒരു ഷോയിൽ 2-3 പെണ്ണുങ്ങൾ വന്ന് വിട്ടിയമായ 2-3 പേര് വന്നിട്ട് ഇതിനെതിരെ പറയുന്നുണ്ട്, ഇങ്ങനെ സംഭവിച്ചിരുന്നു. അതിനെതിരെ ആരും ഇതുവരെയായിട്ട് ഒരു സംസാരിക്കണം ഞാൻ കണ്ടില്ല. എനിക്കറിയാനും പറഞ്ഞത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇതേപോലെ കാണുന്ന കാര്യങ്ങളാണ്. പക്ഷേ ചേട്ടൻ്റെ ഭൂതകാലം ഭാവി ഭൂതം വർത്തമാനം ഒന്നും എടുക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് അറിയാവുന്നവർക്കറിയാം ചേട്ടൻ എത്രത്തോളം നല്ലൊരു വ്യക്തിയാണെന്നും ഈ പറഞ്ഞതുപോലെ അപ്സരയുടെ വൈഫ് എത്രത്തോളം നല്ലൊരു വ്യക്തിയാണെന്നുള്ളത് എനിക്കൊക്കെ അറിയാവുന്നതാണ്. നല്ലപോലെ ഞാൻ കണ്ടിട്ടുണ്ട്. ആ ഒരു സെർച്ച് ചെയ്ത് നോക്കി അറിയാൻ പറ്റും നമുക്ക് ഏകദേശം. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിശദമായിട്ടൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഞാനൊരു വീഡിയോ കാണിച്ചു തരാം, നിങ്ങൾക്കത് കണ്ടാൽ മനസ്സിലാവും. 2019 കണ്ടാണ്. അത് കഴിഞ്ഞ് ഇയാൾ ഒന്നിനും വന്നില്ല. അതായത് ഒരു എന്താ പറയുക കൗൺസിലിങ്ങിന് പോലും വരാൻ തയ്യാറാവാതെയാണ് ഇവർ ബന്ധം ഏർപ്പെടുത്തി. ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്നു. ഇവൻ പറയുന്ന പല കാര്യങ്ങളും ഞങ്ങളെ പലപ്പോഴും ഒരുമിച്ച് ഒരു കാറിനകത്ത് കണ്ടിട്ടുള്ളതാണ്. ഇവന്റെ കൂടെ വിവാഹം ഏർപ്പെടുത്തിയ ഒരു സ്ത്രീക്ക് വേറൊരു പുരുഷന്റെ കൂടെ കാറിൽ പോകാൻ പാടില്ലെന്നോ വേറൊരു സിനിമയ്ക്ക് പോകാൻ പാടില്ലെന്ന് പറയുന്നത് ലോകത്തിൽ എന്ത് മണ്ടനാണ്, അല്ല എന്ത് മണ്ടത്തരാണ് പറയുന്നത്? ഞാൻ അതിൽ വിശ്വസിക്കുന്നേ ഇല്ല. എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഒരാളുടെ കാറിൽ കയറി പോണേന് മോശമൊന്നുമില്ല. അത് ഒരു മണ്ടനായിരിക്കണം എനിക്ക് തോന്നുന്നു. ആ ഒരു ഹസ്ബൻഡ് മണ്ടനായിരുന്നത് കൊണ്ടായിരിക്കാം അങ്ങനെ ഒരു തോന്നൽ തോന്നിയത്. ടോസ്ക്കായിട്ട് അല്ലെങ്കിൽ അത് സദാചാരം എന്നൊക്കെ ആയിരിക്കും. അതൊരു ഹസ്ബൻഡിന് തോന്നുക എന്ന് പറഞ്ഞാൽ അത് വളരെ മോശമായ ഒരു കാര്യമായിട്ടാണ് ചേട്ടൻ തോന്നുന്നത്. എങ്കിൽ എനിക്കതിനോട് വലിയ യോജിപ്പൊന്നുമില്ല. കാരണം ഒരു സെക്കൻഡ് മാരേജാണ് ഇദ്ദേഹത്തിൻ്റെ സെക്കൻഡ് മാരേജാണ് ഈ പറഞ്ഞ ആൾ കേട്ടോ. അപ്പോൾ അത് ഫാമിലി പരമായിട്ട് നമുക്ക് അതിലേക്ക് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ ഇങ്ങനെ ഈ ഒരു ഡയലോഗ് പറഞ്ഞത് കാറിൽ സ്വന്തമായിട്ടും പോകുന്നു, 1 വർഷത്തിന് ശേഷം 3 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ ആ ഒരു വ്യക്തിയെ വിവാഹം ചെയ്യുന്നത് എന്നൊക്കെ പറയുമ്പോൾ ചിലവർക്ക് സ്വാഭാവികമായിട്ടുള്ളൊരു സംശയമാണ്. അതുവരെയും നിങ്ങളുടെ സീരിയലിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയെ ഫ്രണ്ടായിട്ട് കണ്ട ആൾ എങ്ങനെ വിവാഹത്തിലേക്ക് എത്തി? ഒറ്റയടിക്ക് ഈ വിവാഹം മോചനം കഴിഞ്ഞപ്പോൾ തന്നെ എങ്ങനെ വിവാഹത്തിലേക്ക് എത്തി? അത് അവരെ കൺവിൻസ് ചെയ്തെങ്കിലും അങ്ങനെ എനിക്കറിയില്ല. ഞാനൊരു പാവപ്പെട്ടവനാണ്, സാധാരണക്കാരനാണ്. അവർക്കൊക്കെ ഉള്ളൊരു സംശയം തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ ഡയലോഗുകൾ ഉണ്ടല്ലോ ഈ പറയുന്നതെല്ലാം സോഷ്യൽ മീഡിയയിൽ കേൾക്കാനും എല്ലാവർക്കും പറ്റിയ സാധനം തന്നെ. നമ്മുടെ അമ്മയെ കുറിച്ച് കേൾക്കുമ്പോൾ നമുക്ക് അത് എത്രത്തോളം കൊള്ളുമെന്ന് പറഞ്ഞാൽ ഞാൻ അഖിൽമാരെ കുറിച്ച് തിരിച്ചു പറയണം. അഖിൽമാരാർ വിന്നറായത് അഖിൽമാരുടെ ഭാര്യയോ അമ്മയോ കൂട്ടി കൊടുത്തിട്ടാണെന്ന് ഞാൻ പറയുമ്പോഴേ അഖിൽമാർക്ക് കൊള്ളുള്ളൂ. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല അഖിൽമാരെ. അയാൾ ഒന്നിക്കും അഖിലിന്റെ അമ്മയുണ്ട്, അഖിലിന്റെ അമ്മ പാവസ്ത്രീയാണ്, അഖിലിന് ഭാര്യയുണ്ട്, ഭാര്യയുടെ അമ്മയുണ്ട്, 2 മക്കളുണ്ട്. ഈ അഖിലിന് ധൈര്യം ഉണ്ടെങ്കിൽ പോയ ആൾക്കാർ ആരാണ് അഖിൽ പറയണ്ടേ? അല്ലാണ്ട് ഏതോ 2 പെണ്ണുങ്ങൾ പോയി എനിക്ക് നല്ല ധൈര്യമുണ്ട് എന്ത് വന്നാലും ഞാൻ നേരിടുന്നു പറഞ്ഞ അഖിൽ പറഞ്ഞ കാര്യമില്ല. അവന് അഖിൽമാരെന്ന വ്യക്തിയെ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല. അദ്ദേഹം പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ അത്ര ഇതായിട്ട് എടുത്തില്ലെങ്കിലും അതിനുശേഷം ഒരുപാട് വിക്ടിം അതിനായ വ്യക്തികൾ ലേഡീസായ 3 പേര് വന്നിട്ട് വീഡിയോയിൽ ഇങ്ങനെ ഓപ്പണായിട്ട് അവരുടെ ഫേസ് കാണിച്ചിട്ട് അല്ലെങ്കിൽ ഒരു വോയിസോ അല്ലെങ്കിൽ അതല്ല പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് വിശ്വസിച്ച് പോകില്ലേ? അതെന്ത് ഫെയിമിന് വേണ്ടിയാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു വ്യക്തി
ഞാൻ എൻ്റെ വ്യക്തി അല്ലെങ്കിൽ ഞാനൊരു പെണ്ണാണെങ്കിൽ ഞാൻ ഓപ്പണായിട്ട് സോഷ്യൽ മീഡിയയിൽ വന്ന് എനിക്ക് അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം അതിന് ന്യായമായിട്ടും അല്ലെങ്കിൽ അതിൻ്റെതായ റീസണും അല്ലെങ്കിൽ അതിൻ്റെതായ തെളിവ് എൻ്റെ കയ്യിലില്ലാണ്ട് ഞാൻ വന്ന് സോഷ്യൽ മീഡിയയിലൊന്നും ഓപ്പണായിട്ട് പറയാൻ പറ്റില്ല നമുക്ക്, ഇല്ലേ? എന്ന് അറിഞ്ഞിട്ട് എന്തുകൊണ്ട് നിങ്ങളുടെ വൈഫിനെ അതിലേക്ക് പ്രോഗ്രാമിലേക്ക് വിട്ടു? ഫെയിമിന് വേണ്ടിയില്ലേ? എന്നിട്ട് ഇതുപോലെ വന്ന് പറയുന്നത് വളരെ മോശമല്ലേ? പിന്നെ അഖിൽ മാരാർ എന്ന് പറയുന്ന വ്യക്തി, നിങ്ങൾ ആ അടിച്ചൊരു ഡയലോഗ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം നിങ്ങൾ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുകയാണ്. ഇങ്ങനെയൊക്കെ മോശമായിട്ടാണ്, ഇങ്ങനെയൊക്കെ ഉള്ളൊരു ഷോ ആണെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് കിട്ടിയതും അല്ലെങ്കിൽ അതാണ് ഇതാണെന്നൊക്കെ പറയുമ്പോൾ അത് തിരിച്ചു കൊടുത്തുകൂടി? ആ ഒരു ട്രോഫിയും അല്ലെങ്കിൽ ആ സമ്മാനം തിരിച്ചു കൊടുത്ത് നല്ല മാന്യനായിട്ട് പുറത്തിറങ്ങി പറയുക, ആ ഒരു ടോപ്പിക് ഐ ലൈക്ക്. എനിക്കിഷ്ടപ്പെട്ട ഒരു കാര്യം. കാരണം അതൊക്കെ ന്യായം. ഇതിപ്പോൾ അത് മുതലാക്കി അത് തീർന്നേണ്ടാവും കാശൊക്കെ. ഇനിയിപ്പോൾ എവിടെ നിന്ന് എടുത്ത് കൊടുക്കാനാ? കടം കടത്തിൻ്റെ കൂടെ ആവും ലാസ്റ്റ്. എന്താണെങ്കിലും ചേട്ടൻ്റെ വായിൽ ആ വരുന്ന വാക്കുകളുണ്ടല്ലോ, ഗംഭീരം.